ശ്രമം ഇപ്പോഴും തുടരുകയാണ്. വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനിയും തീ അവിടെ നിലനിൽക്കുന്നത് ഒരു തീപ്പൊരിയാണെങ്കിൽ പോലും അത് അത്യന്തം അപകടകരമാണ്. വലിയ നഷ്ടമുണ്ടാകും. ഇപ്പോൾ കെ ശശീന്ദ്രൻ ഇവിടെയുണ്ട്. മിനിസ്റ്റർ, നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ ഇതായിരുന്നില്ല സ്ഥിതി. ഇപ്പോൾ വലിയൊരു അളവ് വരെ നമുക്ക് ഈ ഒരു വിഷയം പരിഹരിക്കാൻ സാധിച്ചു. അപ്പോഴും തകരശിറ്റുകളുടെ ഉള്ളിൽ അത് കത്തുന്നുണ്ട്. പക്ഷേ ഒരു 90% വരെ നമുക്ക് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും. ഇപ്പം നമുക്ക് പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന ഒരു ശുഭപ്രതീക്ഷയാണ് ഇത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും പ്രവർത്തിക്കുന്നവർക്കുള്ളത്. അത് എത്രയും വേഗം സാധിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഒരു മരണം ഉണ്ടായിട്ടില്ല എന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ടും അങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നത് ഈ ജില്ലയുടെ ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനിയിപ്പോ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സഹായങ്ങളടക്കമുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ ആലോചിക്കും ഇപ്പോഴല്ലെങ്കിലും. അല്ല, അതിന് കോഴിക്കോട്ടെ വ്യാപാരി സമൂഹത്തിനോട് പറയാനുള്ളത് അവരെ സർക്കാർ കൈയൊഴിയുകയില്ല. ഏറ്റവും നിർണായകമായ ഒരു പ്രഖ്യാപനം തന്നെയാണ് മന്ത്രി കെ ശശീന്ദ്രൻ ഇവിടെ വെച്ച് നടത്തിയിരിക്കുന്നത്. കാരണം കോഴിക്കോട്ടെ വ്യാപാരി സമൂഹത്തോട് അദ്ദേഹം പറയുന്നത് വ്യാപാരികളെ സർക്കാർ കൈയൊഴിയില്ല, അവർക്ക് ആശങ്ക കൈവിടേണ്ടതില്ല. കാരണം 125ഓളം ജീവനക്കാരുള്ള ഒരു സ്ഥാപനമാണ്. അവരെ സംബന്ധിച്ച് ആ 125ഓളം ജീവനക്കാർ അനാഥമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് സർക്കാരിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ മന്ത്രി ഉറപ്പ് നൽകുകയാണ്. അത് കോഴിക്കോട് വ്യാപാരികൾക്ക് നൽകിയ ഉറപ്പാണ്. അത് നമുക്ക് കൃത്യമായി തന്നെ കേരള വിഷൻ ന്യൂസിനോട് മന്ത്രി സംസാരിക്കുമ്പോൾ പറഞ്ഞ ആ ഉറപ്പ് വലിയ വാർത്തയെ നമുക്ക് നൽകാവുന്നതാണ്. കാരണം കോഴിക്കോട്ടെ വ്യാപാരി സമൂഹത്തെ സർക്കാർ കൈവിടില്ല എന്ന് മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇത് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ വന്നു എന്ന് വ്യക്തമാക്കുകയാണ്. ഇപ്പോഴിതാ ടി സിദ്ദിഖ് MLA അവിടെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ടി സിദ്ദിഖ് MLA ആണ്. വാഹനങ്ങൾ നമ്മുടെ കോഴിക്കോട് നഗരം, ഈ കോഴിക്കോട് നഗരത്തിന്റെ